ക്രൂശിത രക്ഷക വിമോചന. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശു നമുക്ക് വേണ്ടി, അപ്പസ്തോലന്മാർക്ക് വേണ്ടി, എനിക്കും നിനക്കും വേണ്ടി യേശു പ്രാർത്ഥിച്ചത്, കാൽവരിയുടെ നെറുകയോളം ഈശോ പ്രാർത്ഥിച്ചത് അതൊരു മധ്യസ്ഥമായിരുന്നു, ഒരു മധ്യസ്ഥ പ്രാർത്ഥനയായിരുന്നു. എന്നതാ? കൈ ഇങ്ങനെ വിരിച്ചു പിടിച്ചിട്ട് പിതാവിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അപ്പാ ഇവരെ രക്ഷിക്കണേ, എന്നെ എടുത്തോ, ഇവരെ രക്ഷിച്ചാൽ മതി, എന്നെ എന്ത് വേണേലും ചെയ്തോ, എൻ്റെ അവസാനത്തുള്ള രക്തവും ഇവർക്ക് വേണ്ടി ചിന്തിക്കോ. ഇതിങ്ങനെ ഇങ്ങനെ കിടക്കുക. എന്നതാണെന്നറിയോ? മധ്യസ്ഥമാണ്. പിതാവിന്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, അവന്റെ പേരാണ് ഈശോ. ഇപ്പൊ ഈശോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യേശു എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക. മധ്യസ്ഥം, സ്വർഗത്തിന് ഭൂമിക്ക് മധ്യ കിടന്ന് ഈശോ കാണിച്ചത് എന്നറിയാവോ? എനിക്ക് നിനക്കും വേണ്ടി അവൻ മധ്യസ്ഥനായി മാറി. പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ ഈശോ നമുക്കായി മധ്യസ്ഥം വഹിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അർത്ഥം. ഈശോ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കി പറഞ്ഞാൽ, let us intercede for others. മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക. അതായത് ഈശോ എൻ്റെ മേൽ വരേണ്ടിയിരുന്ന ശിക്ഷ, ഞാൻ സഹിക്കേണ്ടിയിരുന്ന ശിക്ഷ, എൻ്റെ മേൽ കടന്നു വരേണ്ട ശിക്ഷ ഈശോ കൈവിരിച്ചു പിടിച്ചിട്ട് അതങ്ങോട്ട് സ്വീകരിച്ചിട്ട് എന്നെ പുറകിലേക്ക് നിർത്തിയിട്ട് എൻ്റെ മേൽ വീഴേണ്ട ചാട്ടവാറടികള്, എൻ്റെ മേൽ വരേണ്ട മുൾമുടികള്, എൻ്റെ മേൽ വരേണ്ട സഹനങ്ങളെല്ലാം ഈശോ അങ്ങോട്ട് എടുത്തിട്ട് എനിക്ക് വേണ്ടി എന്നെ പുറകെ ഇതൊന്നും ഏൽക്കാതെ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു. ആ പാപത്തിന്റെ ഭാരം ഉണ്ടല്ലോ, ഞാൻ ചെയ്ത പാപത്തിന്റെ ഭാരം ഈശോ വഹിച്ചു. അതാണ് യേശുവിന്റെ പ്രാർത്ഥന, മധ്യസ്ഥം. ഹല്ലേലൂയ. അപ്പൊ ഈ മധ്യസ്ഥത്തിലേക്ക് വിളിക്കാന്ന് പറഞ്ഞാൽ, മക്കളെ, നിന്റെ കുടുംബത്തിൽ പാപം ചെയ്യുന്നവരുണ്ടോ, തെറ്റ് ചെയ്യുന്നവരുണ്ടോ, ഈശോ അറിയാത്തവരുണ്ടോ, അങ്ങനെയുള്ള ജീവിതത്തിന്റെ വിശ്വാസത്തിന് വിപരീതമായി, അവർക്കെല്ലാം വേണ്ടി നീ ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ മേൽ തമ്പുരാനെ ഈ കുറ്റം, സ്തഫാനോസ് പറഞ്ഞ തമ്പുരാനെ ഈ കുറ്റം ഇവരുടെ മേൽ ആരോപിക്കരുതേ എന്ന് പറഞ്ഞിട്ട് ആ സഹനം മുഴുവനും സ്തഫാനോസ് അങ്ങോട്ട് എടുത്തു. അപ്പൊ മകൻ തെറ്റ് ചെയ്യുമ്പോൾ, മകൾ തെറ്റ് ചെയ്യുമ്പോൾ, ജീവിത പങ്കാളി തെറ്റ് ചെയ്യുമ്പോൾ, മോനെ നിനക്കൊരു വിളിയുണ്ട്. ഈ ലോകത്തിന്റെ പാപം കണ്ടിട്ട് സുഖിച്ചിരിക്കാനുള്ളതല്ല നമ്മുടെ വിളി. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 4 മുതലുള്ള വചനങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്, നീ ജെറുസലേം വീതിയിലൂടെ നടന്നു നീങ്ങുക, അവിടെ ആ ജെറുസലേം വീതികളിൽ നടമാടുന്ന പാപത്തെ ഓർത്ത്, മ്ലേച്ഛതകളെ ഓർത്ത് കരയുന്നവരുടെ നെറ്റിയിൽ, വിലപിക്കുന്നവരുടെ നെറ്റിയിൽ നീ അടയാളമിട്. അവര് തമ്പുരാന്റെ കൂടെ ഇരിക്കുന്ന പറഞ്ഞു. ചുറ്റും ഇന്ന് ഈ കാലഘട്ടത്തിൽ ചുറ്റും അരങ്ങേറുന്ന നമ്മുടെ തന്നെ സഹോദരങ്ങളുടെ, നമ്മുടെ തന്നെ ഈ ലോകത്തിന്റെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് എങ്ങനെ വിലപിക്കാതിരിക്കാൻ പറ്റും, നമുക്ക് എങ്ങനെ വേദനിക്കാതിരിക്കാൻ പറ്റും? ഓരോ ദിവസം പത്രം എടുത്ത് വായിക്ക്, ഓരോ ദിവസത്തെ വാർത്തകൾ കാണ്. അവിടെ എല്ലാം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം അപ്പൻ മകനെ കൊല്ലുന്നു, അല്ലെങ്കിൽ സ്വന്തം അമ്മ കുഞ്ഞിനെ കൊല്ലുന്നു. എന്തിനു വേണ്ടി? ചിലരുടെ കൂടെ ചില അവിശ്വസ്തതയ്ക്ക് വേണ്ടി ജീവിക്കാൻ എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസം കേട്ടുകൊണ്ട്. തമ്പുരാനെ നിന്റെ മുമ്പിൽ എനിക്ക് മധ്യസ്ഥം വഹിക്കാൻ എന്തെല്ലാം കാരണങ്ങൾ ഈ കാലഘട്ടം നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. നമ്മൾ വെറുതെ കണ്ണു തുറന്ന് നോക്കിയാൽ മതി, പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ചിലരുണ്ട്, അച്ഛാ പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ലെന്നാ പറയുന്നത്, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നുന്നു പറഞ്ഞത്. അതെങ്ങനെ നമുക്ക് മടുപ്പ് തോന്നും? നിനക്കിപ്പോൾ ഒരു സങ്കടവും വേദന ഇല്ലാത്തതുകൊണ്ട് നിനക്ക് മടുപ്പ് തോന്നുന്നു. നിന്റെ ജീവിത പങ്കാളിയുടെ, നിന്റെ മക്കളുടെ, നിന്റെ കൂടപ്പുറപ്പുകളുടെ, നിന്റെ സഹോദരങ്ങളുടെ ഈ ലോകത്തിന്റെ വേദന, ചുറ്റുപാടും കടന്നു പോകുന്ന ജീവിതങ്ങളുടെ വേദന നിന്റെ വേദനയായിട്ട് കണ്ട് അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മുട്ടുകുത്തുമ്പോ നിനക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ എങ്ങനെ പറ്റും? നിനക്ക് കരയാതിരിക്കാൻ എങ്ങനെ പറ്റും? നിന്റെ ഉള്ള് വിലപിക്കാതിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ വേദന നിന്റെ ചങ്കി കിട്ടുന്നതാണ് സുവിശേഷ വേല. പിതാവിന്റെ സന്നിധിയിൽ നിരന്തരം നമുക്ക് വേണ്ടി ജീവിതം കൊണ്ട് മാധ്യസ്ഥം പറഞ്ഞവനാണ്. കാൽവരിയുടെ നെറുകയിൽ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നടുവിൽ മധ്യസ്ഥനായി ജീവിതം കൊണ്ട് മാറിയവനാണ് ഈശോ. ഓരോ വിശുദ്ധ കുർബാനയും അതുകൊണ്ടാണ് ഈ മധ്യസ്ഥമായിട്ട് മാറുന്നത്. നിരന്തരം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിന്റെ വിളിയാണ് എന്ത്? മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള വിളി, മധ്യസ്ഥം വഹിക്കാനുള്ള വിളി. അത് സഹനത്തിലൂടെയോ, വീണ്ടെടുപ്പിലൂടെയോ, നിന്റെ വിശുദ്ധീകരണത്തിലൂടെയോ, നിന്റെ പ്രാർത്ഥനയിലൂടെയോ, നിന്റെ കണ്ണുനീരിലൂടെയോ, എങ്ങനെയാകട്ടെ, നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതങ്ങളെ കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അവരെ കൂടി ഒന്ന് യേശുവിന്റെ സ്നേഹത്തിലേക്ക് വീണ്ടെടുത്തിരുന്നെങ്കിൽ എന്ന് നിന്റെ ഉള്ളിൽ തോന്നുന്ന ഒരു വേദനയുണ്ടല്ലോ, നിന്റെ ചങ്ക് പിടയുന്നുണ്ടോ? ഹല്ലേലൂയ. ഒരു വേദന വരണം.
കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിക്കുക. എല്ലാ മക്കളും ഉള്ളിലൊരു ആഗ്രഹം എടുക്കട്ടെ. വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ സ്വന്തമാക്കി ആ വിശുദ്ധ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിരന്തരം ജീവിക്കാൻ ദൈവം നീ എന്നെ അനുവദിക്കണമെന്നൊന്ന് പ്രാർത്ഥിക്കുക. ഇതൊരാഗ്രഹമായിട്ട് നിരന്തരം നമ്മുടെ ഉള്ളിൽ കിടക്കണം. ഈ ആഗ്രഹം ഉണ്ടെങ്കിലേ നമ്മൾ അതിനുവേണ്ടി അധ്വാനിക്കൂ. ഈ ആഗ്രഹം നമ്മുടെ മനസ്സിൽ കിട്ടിയാലേ നമ്മൾ നിരന്തരം അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കൂ. ഈ ആഗ്രഹം നഷ്ടപ്പെട്ടു പോയാൽ ജീവിതത്തിന്റെ ഏടുകളിൽ നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകും, നമ്മൾ അറിയില്ല. ഈ കർത്താവിനെ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതത്തിന്റെ ഏടുകളിൽ സകലതും നഷ്ടപ്പെട്ടു പോകുന്നത് വരെ, ആത്മനാശം സംഭവിക്കുന്നത് വരെ നമ്മൾ അറിയാതെ പോയിന്ന് വരും. ഉള്ളുകൊണ്ട് എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നത്, തമ്പുരാനെ എനിക്ക് നിന്റെ സ്നേഹം മതി, എനിക്ക് നിന്റെ സ്നേഹം മതി, എനിക്ക് നിന്റെ സാന്നിധ്യം മതി. കർത്താവേ എനിക്ക് മറ്റൊന്നും വേണ്ട എന്ന് ഉള്ളുകൊണ്ട് പറ. ആദ്യം അവിടുത്തെ രാജ്യം നീതിയൊക്കെ അന്വേഷിക്കുക, ബാക്കിയെല്ലാം തരൂന്നല്ലേ വചനം പറഞ്ഞ്. അനുഗ്രഹദാതാവായ കർത്താവിനെ തന്നെ സ്വന്തമാക്കാൻ പറ്റിയാൽ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ എന്തിനാകുലപ്പെടണം? അനുഗ്രഹങ്ങൾ വാരി വിതറുന്ന സർവശക്തനായ കർത്താവിന്റെ സ്നേഹ സാന്നിധ്യം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയാൽ ബാക്കിയെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമ്മുടെ ദൈവത്തിന് പറ്റില്ലേ? റോമ 8:32 സ്വപുത്രനെ പോലും മാറ്റിവെക്കാതെ അവനെ എനിക്കും നിനക്കും വേണ്ടി ദാനമായി തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി തരാതിരിക്കുമോ? സ്വന്തം പുത്രനെ തന്നെങ്കിൽ ബാക്കിയെല്ലാം ദൈവം തരില്ലേ? തമ്പുരാനെ സ്വന്തമാക്ക്, പുത്രനെ സ്വന്തമാക്കുന്നവന് എല്ലാം തരൂന്ന സ്വർഗം പറഞ്ഞിരിക്കുന്നേ. ഈശോയെ, നിന്നെ അറിയാൻ എന്നെ അനുവദിക്കണമേ, നിന്നെ അനുഭവിക്കാൻ എന്നെ അനുവദിക്കണമേ, നിന്റെ സ്നേഹത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് എല്ലാ മക്കളും ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കട്ടെ. താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെണ്മയായി തീരട്ടെ എന്റേതാമെല്ലാം. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. കരങ്ങൾ രണ്ടും ഒരിക്കൽ കൂടി ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദൈവസ്നേഹത്തിന് ചേരാത്ത എല്ലാ മനോഭാവങ്ങളും പിശാച് വിതച്ച കളകള് തമ്പുരാനെ എന്നിൽ നിന്നും പിഴുതെറിയണമേ എന്ന് പ്രാർത്ഥിക്കുക. പാപത്തിൻ്റെ, അശുദ്ധിയുടെ, മ്ലേച്ഛതയുടെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, വൈരാഗ്യത്തിൻ്റെ, അസൂയയുടെ, അഹങ്കാരത്തിൻ്റെ, അലസതയുടെ എല്ലാ കളകളും എന്നിൽ നിന്നും പിഴുതെറിയാൻ ആഗ്രഹിച്ചതെന്ന് സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ഹല്ലേലൂയ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന നിമിഷമാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ വേദനകളും സങ്കടങ്ങളും നിയോഗങ്ങളും ഈ തമ്പുരാന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം ഈ നിമിഷം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അംഗീകാരാധന.